കഥയെ ആരംഭിക്കുന്നത് 1992 കൊളംബിയൻ വനമേഖലയിലാണ്. പാബ്ലോ എസ്കോബാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു കാർട്ടൽ കാടിനുള്ളിൽ $200 മില്യൺ അടക്കം ചെയ്യുകയായിരുന്നു. വീപ്പകളിലാക്കിയ ആ പണം തന്റെ ആളുകളെയും കുറച്ച് നാട്ടുകാരെയും ഉപയോഗിച്ചാണ് എസ്കോബാർ കുഴിച്ചിട്ടുകൊണ്ടിരുന്നത്. പോലീസ് എസ്കോബാറിനെ പിടിക്കാൻ വേണ്ടി തിരയുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ടാണ് തന്റെ സമ്പാദ്യത്തിൽ നല്ലൊരു പങ്ക് അത്തരത്തിൽ ഒളിപ്പിക്കാൻ എസ്കോബാർ തീരുമാനിച്ചത്. വലിയൊരു മയക്കുമരുന്ന് മാഫിയ തലവനായിരുന്നു പാബ്ലോ എസ്കോബാർ. അങ്ങനെ പണം മുഴുവൻ അടക്കം ചെയ്തതിന് പിന്നാലെ ആ കാർട്ടൽ സംഘത്തിലുണ്ടായിരുന്നവർ കൂടെയുണ്ടായിരുന്നവരിൽ ചതിയന്മാരാണ് എന്ന് തിരിച്ചറിഞ്ഞിരുന്നവരെ മുഴുവൻ കൊലപ്പെടുത്തി. അവരുടെ മൃതദേഹങ്ങളും അതേ ഇടത്തു തന്നെ അവർ കുഴിച്ചുമൂടി. വർഷങ്ങൾക്കിപ്പുറം ന്യൂസ് റിപ്പോർട്ടുകാർ പാബ്ലോ എസ്കോബാറിന്റെ ഈ നിധിയെപ്പറ്റി വിവരങ്ങൾ പുറം ലോകത്തിന് പകർന്നു. നിരവധി പേർ അത് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും അത് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആകെ ആ നിധി എവിടെയാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നറിയാവുന്ന ഒരേ ഒരു വ്യക്തിയേയുള്ളൂ. എസ്കോബാറിന്റെ പഴയ ക്രൂ മെമ്പേഴ്സിൽ ഒരാളായിരുന്ന ജുവാൻ ആയിരുന്നു അത്. ജുവാൻ ഇപ്പോൾ ജീവിക്കുന്നതാകട്ടെ ഇസ്രായേലിലുമാണ്. കഥ അവിടെ നിന്നും മയാമിയിലേക്ക് തിരിയുന്നു. വർഷം 2025. മാഫിയ ബോസായ അവി എന്ന വ്യക്തിയെ നമ്മൾ പരിചയപ്പെടുന്നു. അവയ്ക്കടുക്കലേക്ക് അവയുടെ ഒരു പരിചയക്കാരൻ എത്തി. എസ്കോബാറിന്റെ നിധിയെപ്പറ്റി അറിയാവുന്ന ഒരാളെപ്പറ്റി വിവരം ലഭിച്ചിട്ടുണ്ട് എന്ന വിവരമായിരുന്നു അയാൾ അറിയിച്ചത്. അയാൾ പറഞ്ഞത് ജുവാനെപ്പറ്റി തന്നെയായിരുന്നു. ഒട്ടും വൈകിയില്ല. ജുവാനെ പിടിക്കുവാൻ വേണ്ടി തന്റെ ആളുകളെ അവി പറഞ്ഞയച്ചു. അധികം വൈകാതെ തന്നെ അവയുടെ ആളുകൾ ജുവാനെ പിടികൂടി അയാളെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. എസ്കോബാറിന്റെ നിധി എവിടെയാണുള്ളത് എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അത്. ക്രൂരമായി ഉപദ്രവിക്കപ്പെട്ടിട്ടും ജുവാൻ ആദ്യമൊന്നും മിണ്ടിയില്ല. പക്ഷേ ജുവാൻ ഒരു മകളുണ്ടായിരുന്നു. മകളെ കൊല്ലുമെന്നും മറ്റും അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഗത്യന്തരമില്ലാതെ ജുവാൻ ആ സത്യം പറഞ്ഞു. പാബ്ലോ എസ്കോബാറിന്റെ നിധിയിലേക്ക് ഒരു മാപ്പ് തന്നെയുണ്ട്. ആ മാപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് തന്റെ മകളുടെ വീട്ടിലെ ഹാളിലുള്ള പെയിന്റിങ്ങിന്റെ പിന്നിലാണ്. വിവരം കിട്ടിയതിന്റെ തൊട്ടു പിന്നാലെ അവർ ജുവാനെ കൊന്നുതള്ളി. പിന്നാലെ ജുവാന്റെ മകളെ പറ്റിയുള്ള അന്വേഷണം അവർ ആരംഭിച്ചു. ഒടുവിൽ അവയ്ക്കടുത്ത ആ വിവരവും എത്തി. ജുവാന്റെ മകൾ ഒരു ലോയറാണ്. വയലൻസ് കാണിച്ചും മറ്റും ആ വീട്ടിലേക്ക് കയറിക്കൂടലും മാപ്പെടുക്കലും അത്ര ബുദ്ധിപരമായ നീക്കമല്ല. അവളുമായി അടുപ്പത്തിലായി അവളുടെ വിശ്വാസം പിടിച്ചുപറ്റി അവളുടെ വീട്ടിലേക്ക് കടക്കുകയാണ് വഴി എന്നായിരുന്നു അവയുടെ പക്ഷം. അത്തരത്തിൽ പ്രവർത്തിക്കാനും അവ തീരുമാനിച്ചു. അടുത്ത ദിവസം കോർട്ടിൽ നിന്ന് ജുവാന്റെ മകൾ സാൻഡി ഇറങ്ങി വരുമ്പോൾ അവ അങ്ങോട്ടേക്ക് എത്തി. സാൻഡിയുമായി ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാകത്തിന് തന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം അവ ചെയ്തു. തനിക്ക് നിയമസഹായം വേണമെന്നൊക്കെ പറഞ്ഞ് സാൻഡിയെ കൺവിൻസ് ചെയ്യിച്ചു. തന്റെ ഇടത്തേക്ക് സാൻഡിയെ ക്ഷണിക്കുകയും ചെയ്തു. ലീഗൽ ഹെൽപ്പിന്റെ കാര്യമൊക്കെ പറഞ്ഞതുകൊണ്ട് സാൻഡി ഓക്കെ പറഞ്ഞു. അവയുടെ അടുത്തേക്ക് എത്താമെന്നും അറിയിച്ചു. അവർ മീറ്റ് ചെയ്തതാകട്ടെ അവയുടെ തന്നെ യാച്ചിൽ വെച്ചിട്ടായിരുന്നു. അന്ന് ഉച്ചതിരിഞ്ഞുള്ള സമയം സംസാരിച്ചും ഡ്രിങ്കുകൾ കഴിച്ചുമൊക്കെ അവർ ചെലവഴിച്ചു. അവയാകട്ടെ സാൻഡിയോട് ഫ്ലേർട്ട് ചെയ്യാനും മറ്റും ശ്രമിക്കുന്നുണ്ട്. ആദ്യമൊന്നും അതത്ര സക്സസ്ഫുൾ ആയില്ലെങ്കിലും പതിയെ പതിയെ സാൻഡി അതിൽ വീഴുന്നുണ്ടായിരുന്നു. രാത്രിയായപ്പോഴേക്കും സാൻഡി ഒരുപാട് മദ്യപിച്ചു കഴിഞ്ഞിരുന്നു. അവയോട് തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ എന്ന് സാൻഡി ചോദിച്ചു. അവയ്ക്കും വേണ്ടിയിരുന്നത് അത് തന്നെയായിരുന്നു. അങ്ങനെ സാൻഡിയുടെ വീട്ടിലേക്ക് അവ എത്തിച്ചേരുകയാണ്. അവിടെ എത്തിയതും അവ തന്റെ നമ്പറുകൾ ഇറക്കി. എല്ലാം കഴിഞ്ഞതും ക്ലീൻ ചെയ്യാൻ എന്ന് പറഞ്ഞ് അവൾ ബാത്റൂമിലേക്ക് പോയി. കിട്ടിയ അവസരം മുതലെടുത്ത് അവ എഴുന്നേറ്റു. അവിടെ ഹാളിലുണ്ടായിരുന്ന പെയിന്റിംഗ് എടുത്ത് അതിന്റെ പിൻഭാഗം കീറി അതിനടുത്ത് സൂക്ഷിച്ച മാപ്പ് എടുത്തു. പക്ഷേ മാപ്പ് പോക്കറ്റിലേക്ക് വെക്കുമ്പോഴേക്കും മറ്റൊന്ന് സംഭവിച്ചിരുന്നു. അവയുടെ കൂട്ടത്തിലുള്ള മറ്റൊരാൾ സാൻഡിയെ ബന്ദിയാക്കി അങ്ങോട്ടേക്ക് കടന്നു വന്നു. ആ മാപ്പ് അവയിൽ നിന്ന് സ്വന്തമാക്കാനും നിധിയൊറ്റയ്ക്ക് നേടാനുമായിരുന്നു അയാളുടെ പദ്ധതി. അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. കൃത്യമായ സംസാരത്തിൽ അയാളുടെ ശ്രദ്ധ മാറ്റി. ഒടുവിൽ അവ ആക്രമണത്തിലേക്ക് കടന്നു. ഏറ്റുമുട്ടൽ സംഭവിച്ചു. ഒടുവിൽ അവ തന്നെ തന്റെ സബോർഡിനേറ്റിനെ കൊന്നു. ഇതൊക്കെ കണ്ട അക്ഷരാർത്ഥത്തിൽ സാൻഡി ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു. എല്ലാം കഴിഞ്ഞതും സാൻഡിയോട് അവ ക്ഷമ ചോദിച്ചു. പിന്നാലെ സത്യങ്ങൾ തുറന്നു പറഞ്ഞു. സാൻഡിയുമായി താൻ അടുക്കാൻ കാരണം ഈ മാപ്പ് എടുക്കുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു എന്നും നിധി കണ്ടെത്താനാണ് എന്റെ ശ്രമമെന്നും അവ കൂട്ടിച്ചേർത്തു. പക്ഷേ സാൻഡിയുടെ അച്ഛനെ കൊന്നത് താനാണ് എന്ന കാര്യമൊന്നും അവ സാൻഡിക്ക് അടുത്ത് പറഞ്ഞിരുന്നേയില്ല. പക്ഷെ അവ പ്രതീക്ഷിച്ച പോലെ സാൻഡി ദേഷ്യപ്പെട്ടൊന്നുമില്ല. അവൾക്കും നിധിയിൽ താല്പര്യമുള്ള പോലായിരുന്നു പെരുമാറിയത്. അധികം വൈകാതെ അവയും സാൻഡിയും കൂടി അവിടെ നിന്ന് പുറപ്പെട്ടു. അടുത്ത ദിവസത്തോടെ കൊളംബിയയിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അവിടെ അവയെ സ്വീകരിക്കാൻ അവയുടെ വലങ്കയായ ഇസിക് എന്ന യുവാവുണ്ടായിരുന്നു. ഇസിക് അവയെ അവിടെ ഉണ്ടായിരുന്ന താമസ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാട്ടിലെ ട്രെക്കിങ്ങിനും നിധി കുഴിച്ചെടുക്കാനും മറ്റുമായി ഇസിക് തയ്യാറാക്കിയ മെഴ്സണറീസും അവിടെ ഉണ്ടായിരുന്നു. ആദ്യം ആ മെഴ്സണറീസിനെ ഇസിക് അവയ്ക്ക് പരിചയപ്പെടുത്തി. അതിൽ 2 പേർ സഹോദരങ്ങളായിരുന്നു. അന്ന് രാത്രിയോടെ 3 മെഴ്സണറീസ് കൂടി എത്തിച്ചേരും എന്ന
കാര്യം ഇസിക് അവിയോട് പറഞ്ഞു. അവിക്ക് 5 പേരെ കൊണ്ട് അങ്ങനെ പോയാലൊന്നും കാര്യം നടക്കില്ല എന്ന് തോന്നിയിരുന്നു. അതിനെപ്പറ്റി അവി ഇസിക്കിനോട് ചോദിച്ചു. ഇസിക് പറഞ്ഞു, ശരിയാണ്, കൂടുതൽ ആളുകൾ വേണം. ഇതിനോടകം തന്നെ മറ്റൊരു കാർട്ടൽ സംഘം കാടിനകത്ത് കുറച്ച് നാളുകളായി പാബ്ലോ എസ്കോബാറിന്റെ ഈ നിധി തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ ആ കാടിനുള്ളിലാണ് ഒളിച്ചിരിക്കുന്നത് എന്നാണ് പുറത്ത് പറയപ്പെടുന്നത്. അന്ന് രാത്രിയോടെ ബാക്കി മെഴ്സണറീസ് എത്തി. അവരെ മീറ്റ് ചെയ്തു. ഒരാൾ കൂടി വരാനുണ്ടെന്നും അയാൾ അടുത്ത ദിവസം ട്രെക്കിങ്ങിൽ കാടിനകത്ത് വെച്ച് ജോയിൻ ചെയ്തോളും എന്നും അവയ്ക്ക് വിവരം ലഭിച്ചിരുന്നു. ആകെയുള്ള ഒരു കണ്ടീഷൻ, നല്ല രീതിയിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം എന്നത് മാത്രമാണ്. അവയ്ക്കതിൽ എതിർപ്പുമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം പുലർച്ചയോടെ തന്നെ അവയും സംഘവും കാടിനകത്തേക്കുള്ള ട്രെക്കിംഗ് ആരംഭിച്ചു. സംഘത്തിന്റെ കൂട്ടത്തിൽ ആകെയുണ്ടായിരുന്ന ഒരേ ഒരു പെണ്ണ് സാൻഡിയായിരുന്നു. സാൻഡിക്ക് തുടക്കത്തിൽ കുറച്ച് ഭയം പോലെ തോന്നുന്നുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് അവൾ മുമ്പോട്ട് തന്നെ സഞ്ചരിച്ചു. കുറച്ചു നേരത്തെ ട്രെക്കിങ്ങിന് ശേഷം അവരുടെ സംഘം വിശ്രമിക്കാനിരുന്നു. മാപ്പൊക്കെ പരിശോധിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സമയമാണ് ഒരപകടം സംഭവിക്കാൻ പോയത്. സാൻഡിയുടെ പിന്നിലായി ഒരു വിഷപ്പാമ്പ് ഇഴഞ്ഞിഴഞ്ഞു വരുന്നുണ്ടായിരുന്നു. സാൻഡിയെ കൊത്തും എന്ന ഘട്ടത്തിൽ വരെ എത്തി. പക്ഷേ കൃത്യസമയം അങ്ങോട്ടേക്ക് എത്തിച്ചേർന്ന മറ്റൊരു മനുഷ്യൻ അതിനെ കൊന്നുതള്ളി സാൻഡിയുടെ ജീവൻ രക്ഷിച്ചു. ഇസിക് വരുമെന്ന് പറഞ്ഞ അവസാന മെഴ്സണറിയായിരുന്നു അത്. സാന്റിയാഗോ എന്നാണ് അയാളുടെ പേര്. സാന്റിയാഗോ കൂടി ചേർന്നതോടെ മൊത്തം 8 പേരടങ്ങുന്ന സംഘമായി അവർ മാറി. മുന്നോട്ട് വരുന്ന ഏത് അപകടത്തെയും ഒന്നിച്ച് പ്രതിരോധിക്കാൻ അവർ തീരുമാനിച്ചു. അപകടം പിടിച്ച കാടിനകത്തുകൂടെ അവർ മുമ്പോട്ട് ട്രക്ക് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ഒരിടത്തെത്തിയപ്പോൾ ആയുധമേന്തിയ കൊളംബിയൻ സോൾജേഴ്സ് അവരെ വളഞ്ഞു. കാടിനകം നിരോധിത മേഖലയാണെന്നും അങ്ങോട്ടേക്ക് പോവാൻ പാടില്ലെന്നും തിരികെ പോകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് അറിയാവുന്ന സാന്റിയാഗോ ആ കൊളംബിയൻ സോൾജേഴ്സുമായി വിലപേശൽ നടത്താനൊക്കെ ശ്രമിച്ചെങ്കിലും എന്ത് ചെയ്താൽ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ലോക്കൽസിന് മാത്രമേ അകത്തേക്ക് പോകാൻ അനുവാദമുള്ളൂവെന്നും പുറത്തുനിന്നുള്ളവർ തിരികെ പോകണം എന്നുമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തു ചെയ്തിട്ടും അവർ കേൾക്കുന്നില്ലെന്ന് കണ്ടതും കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സോൾജിയർ സാൻഡിയെ പിടികൂടി ഭീഷണിയുടെ സ്വരം മുഴക്കി. ആ സമയമാണ് അവി തിരിച്ചടിക്കുന്നത്. ആ സോൾജിയറെ അവി അങ്ങ് കൊന്നുതള്ളി. അതോടെ ശക്തമായ ഒരു ഏറ്റുമുട്ടൽ ആരംഭിച്ചു. ഒരു തരത്തിൽ ശത്രുക്കളെ അടിച്ചു കീഴ്പ്പെടുത്തി വീഴ്ത്തിക്കഴിഞ്ഞപ്പോൾ അവിയും സംഘവും മുമ്പോട്ടേക്ക് യാത്ര തുടരാൻ തീരുമാനിച്ചു. അതിനോടകം അവി തന്റെ ടീമിലെ 3 പേരോട് അവിടെയുള്ള മിലിറ്ററി ക്യാമ്പ് എവിടെയാണ് എന്ന് കണ്ടെത്താൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ പിന്നാലെ ഒരു കാര്യവും അവയ്ക്ക് മനസ്സിലായി. തങ്ങളെ ആക്രമിച്ച കൊളംബിയൻ സോൾജേഴ്സിന്റെ വേഷം ധരിച്ച ആ മനുഷ്യർ അവർ യഥാർത്ഥത്തിൽ സൈനികരൊന്നുമല്ല. നേരത്തെ കാടിനുള്ളിൽ കടന്നുകൂടി പാബ്ലോ എസ്കോബാറിന്റെ നിധിക്കായി ശ്രമിക്കുന്ന മാഫിയ സംഘത്തിലെ ആളുകളാണ്. 3 പേർ ടീമിൽ നിന്ന് ആ ലൊക്കേഷൻ അയക്കാൻ പോയതോടെ ബാക്കിയുള്ളവരുമായിട്ടായിരുന്നു അവയുടെ യാത്ര. പോകുന്ന വഴിക്ക് അവർ ചെറിയൊരു വെള്ളച്ചാട്ടത്തിനടുത്തെത്തി. നല്ല ശുദ്ധമായ ജലം. ഒന്നും മേല് കഴുകി വൃത്തിയാകുവാനും മറ്റും അവർ തീരുമാനിച്ചു. ഇതേസമയം മറുവശത്ത് അവി അയച്ചിരുന്ന 3 പേരുടെ സംഘം കാടിനകത്തെ മാഫിയ സംഘത്തിന്റെ ഇടം കണ്ടെത്തിയിരുന്നു. നിരീക്ഷണത്തിൽ അവരൊരു കാര്യം മനസ്സിലാക്കി. ഡേവിഡ് എന്ന പേരുള്ള മാഫിയ സംഘ തലവനാണ് ആ സംഘത്തെ നിയന്ത്രിക്കുന്നത്. അവരുടെയും ലക്ഷ്യം നിധി തന്നെയാണ്. ഡേവിഡും സംഘവും ഏകദേശം 1 കൊല്ലത്തിനു മേലെയായി ആ കാടിനുള്ളിൽ തങ്ങിത്തന്നെ തിരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതുവരേക്കും അവർക്ക് ആ നിധി കണ്ടുകിട്ടിയിട്ടില്ല. സൂക്ഷ്മ നിരീക്ഷണത്തിൽ ഡേവിഡിന്റെ സംഘത്തെ നോക്കാൻ പോയ അവയുടെ സംഘത്തിലെ ബ്രദേഴ്സ് ആയിട്ടുള്ള 2 പേർ ഒരു കാര്യം നോക്കിക്കണ്ടു. ഡേവിഡിനൊപ്പം ഡേവിഡിന്റെ ഇളയ മകൻ കൂടിയുണ്ട്. അവരൊരു പദ്ധതി ഇട്ടു. ആ പയ്യനെ തട്ടിക്കൊണ്ടുപോകാം, അത് വെച്ച് ഡേവിഡിനെ ഭീഷണിപ്പെടുത്താം. ഡേവിഡ് തങ്ങൾ പറയുന്ന വഴിക്ക് വരും. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന നസീർ എന്ന യുവാവിന് അവരൊരു മിഷൻ ഏൽപ്പിച്ചു. ഡേവിഡിന്റെ ക്യാമ്പിലേക്ക് കടന്നു കയറണം, തങ്ങൾ പറയുന്ന പോലെ ചില കാര്യങ്ങൾ ചെയ്യണം. നസീറും അതിന് സമ്മതിച്ചു. അന്ന് രാത്രിയിൽ ബ്രദേഴ്സും നസീറും ഡേവിഡിന്റെ ക്യാമ്പിലേക്ക് കടന്നു കയറി. ഡേവിഡിന്റെ മകനെ പിടിച്ച് ബന്ദിയാക്കി ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്തു. പിന്നാലെ ക്യാമ്പിനകത്ത് ഒരു സർവന്റിന്റെ രൂപത്തിലെത്തിയ നസീർ ഡേവിഡിന് വൈൻ കൊടുക്കാനെന്ന മട്ടിൽ ഡേവിഡിന്റെ അടുത്തെത്തി. കൃത്യമായ അവസരം കിട്ടിയപ്പോൾ തങ്ങൾ പിടിച്ചുവെച്ച ഡേവിഡിന്റെ മകന്റെ ഫോട്ടോ നസീർ തന്നെ ഡേവിഡിനെ കാണിച്ചു. ശേഷം മിണ്ടാതെ തന്നെ ഫോളോ ചെയ്യാൻ ഡേവിഡിന് കൃത്യമായ നിർദ്ദേശം നസീർ കൊടുത്തു. മകന്റെ ജീവന്റെ കാര്യമായതുകൊണ്ട് ഡേവിഡ് അത് അനുസരിക്കുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് എത്തിയതും അവിടെ ഉണ്ടായിരുന്ന ട്രക്കിലേക്ക് ഡേവിഡിനെ കയറ്റി ബ്രദേഴ്സും നസീറും ഡേവിഡുമായി പോവാൻ തുടങ്ങി. ആ ബേസിൽ നിന്ന് കുറച്ചധികം ദൂരെയുള്ള ഇടത്തേക്ക് പോയി ഡേവിഡിനെ ചോദ്യം ചെയ്യലായിരുന്നു അവരുടെ ലക്ഷ്യം. പോകുന്ന വഴിയിൽ ഡേവിഡ് നസീറിനോട്, നിങ്ങൾ എന്തിനാണ് എന്റെ മകനെ തട്ടിക്കൊണ്ടുപോയത്? നിങ്ങളുടെ ലക്ഷ്യം നിധിയല്ലേ എന്ന മട്ടിൽ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നസീർ പറയുന്നത്, ഞങ്ങൾ നിന്റെ മകനെ തട്ടിക്കൊണ്ടുപോയിട്ടൊന്നുമില്ല. നിന്നെ അവിടെ നിന്ന് കൊണ്ടുവരാൻ ഞങ്ങൾ ഒരുക്കിയ ഒരു ട്രാപ്പായിരുന്നു അത്. നിന്റെ മകന്റെ ഒരു ഫോട്ടോ കൃത്യമായ രീതിയിൽ എടുക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. പിന്നാലെ തങ്ങളും നിധിയാണ് നോക്കുന്നത് എന്ന കാര്യവും അവൻ ഡേവിഡിനോട് പറഞ്ഞു. പക്ഷേ ഡേവിഡിന് ഒരു പുച്ഛഭാവമായിരുന്നു. കഴിഞ്ഞ 1 കൊല്ലമായി താനത് നോക്കുകയാണെന്നും ഇതുവരെ കിട്ടിയിട്ടില്ലെന്നും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നില്ല എന്നും ഡേവിഡ് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോ നസീർ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നില്ല. തന്റെ കയ്യിലുള്ള ചെറിയ
ചെറിയൊരു കത്തി കൊണ്ട് മോചിതനാവാൻ ഡേവിഡ് അപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് അവിയാകട്ടെ നിധി തിരഞ്ഞുള്ള ബാക്കി യാത്ര തുടരാൻ തീരുമാനിച്ചു. പക്ഷേ സാൻഡിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. നേരത്തെ അവർ കഴിച്ച ഭക്ഷണം സാൻഡിയെ രോഗാവസ്ഥയിലെത്തിച്ചിരുന്നു. അതോടെ തന്റെ കൂടെ ഒരാളെ മാത്രം കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ അവി തീരുമാനിച്ചു. ഇസക്കിനെയും സാന്റിയാഗോയെയും സാൻഡിയെ സുരക്ഷിതമായി നോക്കുവാനും ഏൽപ്പിച്ചുകൊണ്ടായിരുന്നു അവി മുമ്പോട്ടേക്ക് പോയത്. അവർ പോയി കഴിഞ്ഞ് ഇസക്ക് സാൻഡിയോട് പറഞ്ഞു, നീ കുറച്ചുറങ്ങിക്കോളൂ, നാളെ പുലർച്ചെ നമുക്ക് ട്രക്ക് ചെയ്ത് അവയ്ക്കടുത്തേക്ക് എത്തിച്ചേരാം. മറുവശത്ത് ഡേവിഡിനെ കൊണ്ടുപോയിരിക്കുന്ന വണ്ടിയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുകയായിരുന്നു. ഫ്രീയായ ഡേവിഡ് നസീറിനെ കടന്നാക്രമിച്ചു. നസീറിന് സാരമായി പരിക്കേൽപ്പിച്ച ശേഷം ഓടിക്കൊണ്ടിരുന്ന വണ്ടിയിൽ നിന്നും ഡേവിഡ് പുറത്തേക്ക് ചാടി കാടിനുള്ളിലൂടെ ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം തുടങ്ങി. വണ്ടി നിർത്തി അവയുടെ സംഘത്തിലെ ബ്രദേഴ്സ് ആകട്ടെ ഡേവിഡിനെ പിടികൂടാൻ ചേസ് ചെയ്യാൻ ആരംഭിച്ചു. ഇരുട്ട് നിറഞ്ഞ സമയമാണല്ലോ. ഡേവിഡിനെ കണ്ടെത്തൽ അത്ര എളുപ്പമായിരുന്നില്ല. ആ ചേസിംഗ് പുലർച്ചെ വരെ നീണ്ടു. ഒരു ഘട്ടത്തിൽ രണ്ടു വഴിക്ക് പിരിഞ്ഞ് ഡേവിഡിനെ തിരയാൻ ബ്രദേഴ്സ് തീരുമാനിച്ചു. ഇതിനിടയിൽ ഡേവിഡിനെ തിരയുന്നുണ്ടായിരുന്ന നസീർ ഇലക്കൂട്ടത്തിൽ നിന്ന് പുറത്തേക്ക് നീണ്ടിരിക്കുന്ന ഒരു കാല് കണ്ടു. അത് ഡേവിഡ് ആയിരിക്കുമെന്ന് ചിന്തിച്ച് അവൻ അടുത്തേക്ക് ചെന്നു. പക്ഷെ അവിടെ എത്തിയതും ഡേവിഡ് നസീറിന്റെ മേലേക്ക് ചാടി വീണ് കനത്ത ആക്രമണം നടത്തി. ഏറ്റുമുട്ടലിൽ നസീറിനെ ഡേവിഡ് കൊന്നുതള്ളി. നസീറിന്റെ കയ്യിൽ നിന്നും ഒരു വോക്കി ടോക്കി ഡേവിഡിന് ലഭിച്ചു. ഡേവിഡ് വോക്കി ടോക്കി വെച്ച് തന്റെ ആളുകളെ കണക്ട് ചെയ്തു. കാടിനകത്ത് ചില ആളുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നും അവരെ കണ്ടുപിടിച്ച് കൊന്നേക്കാനും ഡേവിഡ് ഉത്തരവിട്ടു. മറുവശത്ത് ഇസിക്കും സാന്റിയാഗോയും സാൻഡിയും ഉറക്കിൽ നിന്നുണർന്നിരുന്നു. ഒരു ഘട്ടത്തിൽ കൃത്യമായ അവസരം കൈവന്നപ്പോ സാന്റിയാഗോ പിന്നിൽ നിന്ന് ഇസിക്കിനെ ആക്രമിച്ചു. അയാളെ കഴുത്തിനിരിച്ച് കൊലപ്പെടുത്തി. സാൻഡി ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളൊരു വാക്കുപോലും മിണ്ടിയില്ല. പിന്നാലെ ഇസിക്കിന്റെ മൃതശരീരം സാന്റിയാഗോ അവിടുള്ള മലയിടുക്കിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതേസമയം മറുവശത്ത് നിധിയുണ്ടെന്ന മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇടത്തേക്ക് അവ എത്തിച്ചേർന്നിരുന്നു. അതിനോടകം അവിടുണ്ടായിരുന്ന ചില ലോക്കൽസിനെയും അവ തന്റെ ടീമിലേക്ക് ഹയർ ചെയ്തിരുന്നു. ആ നാട്ടുകാരുടെ സഹായത്തോടെ നിധിയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഭാഗം അവ കുടിക്കാൻ ആരംഭിച്ചു. ഇതേസമയം മറുവശത്ത് അവയുടെ സംഘത്തിലെ ബ്രദേഴ്സ് ആകട്ടെ ഡേവിഡിന്റെ ആളുകളുമായി ഒരു പോരാട്ടത്തിലായിരുന്നു. തോക്കിയെന്തിയ ഡേവിഡിന്റെ ആളുകൾ അവരെ കൊല്ലാനായിട്ടെത്തി. വളരെ വലിയ ഷൂട്ടൌട്ട് തന്നെയായിരുന്നു അവിടെ അരങ്ങേറിയത്. മൂത്ത സഹോദരൻ മുന്നിട്ട് ചെന്ന് എതിരാളികളെ വെടിവെച്ചുകൊണ്ടിരുന്നു. രണ്ടാമത്തെ സഹോദരൻ കവർ ചെയ്തു. ഏറ്റുമുട്ടൽ മികച്ച രീതിയിൽ മുന്നോട്ടേക്ക് പോയി. പക്ഷെ ഒരു ഘട്ടത്തിൽ സഹോദരങ്ങളിലെ മൂത്ത സഹോദരൻ വെടിയേറ്റ് താഴെ വീഴുകയാണ്. അതുകണ്ട് നിയന്ത്രണം വിട്ട ഇളയ സഹോദരൻ പൂർവാധികം ശക്തിയോടെ ചാടിയിറങ്ങി വെടിയുതിർക്കാൻ ആരംഭിച്ചു. ഡേവിഡിന്റെ അവിടുണ്ടായിരുന്ന പട്ടാളത്തെ മുഴുവൻ ഒറ്റയ്ക്ക് നിന്നവൻ കൊന്നുതള്ളി. വീണുകിടന്ന തന്റെ മൂത്ത സഹോദരനെ വലിച്ച് ഒരു മരത്തിൽ ചാരി അവൻ ഇരുത്തി. വെടിയേറ്റ് അവൻ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. താൻ എങ്ങനെയെങ്കിലും മെഡിസിൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിളയ സഹോദരൻ നിന്നപ്പോഴേക്കും ഒരു വെടിയുണ്ട അവന്റെ ദേഹത്ത് തുളഞ്ഞു കയറി. അതവന്റെ ജീവൻ എടുത്തു. വെടിയേറ്റ് വീണ ഡേവിഡിന്റെ പട്ടാളക്കാരിൽ ഒരാൾ വെടിയുതിർത്തതായിരുന്നു അത്. ഒടുവിൽ ആ രണ്ട് സഹോദരങ്ങളും ആ കാടിനുള്ളിൽ തന്നെ കൊല്ലപ്പെട്ടു. അവയുടെ സംഘത്തിലുണ്ടായിരുന്ന 8 പേരിൽ മൊത്തം 4 പേർ അതിനോടകം കൊല്ലപ്പെട്ടിരുന്നു. ബാക്കിയായിരിക്കുന്നത് അവയും സാൻഡിയും സാന്റിയാഗോയും അവയുടെ കൂടെ നിധി കുഴിക്കുന്ന ഇടത്തെത്തിയ ആ ഒരു മനുഷ്യനുമാണ്. പിന്നെ അവ കുടിക്കുവാൻ വേണ്ടി കൂടെ കൂട്ടിയ ലോക്കലായിട്ടുള്ള ആളുകളും. സാൻഡിയും സാന്റിയാഗോയും കാടിനുള്ളിലൂടെ അവയ്ക്കടുത്തേക്ക് യാത്ര തിരിക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഇതേ സമയം കുഴിച്ചുകൊണ്ടിരുന്ന അവയ്ക്ക് മാപ്പിലുണ്ടായിരുന്ന പോലെ ഒരു ബാരൽ കിട്ടി. ആവേശത്തോടെ അവൻ അത് തുറന്നു. പക്ഷെ അത് കണ്ടതും അവൻ ഞെട്ടിത്തെറിച്ചു പോയി. അതിനകത്തുണ്ടായിരുന്നത് മുഴുവൻ തലയോട്ടികളും അസ്ഥികളുമായിരുന്നു. ലോക്കൽ വില്ലേജേഴ്സ് ആകട്ടെ അത് കണ്ട് ഭയന്നോടാൻ തുടങ്ങി. ഓടല്ലേ എന്ന് പറഞ്ഞ് അവയും കമ്പാനിയനും പിന്നാലെ ചെന്നെങ്കിലും അപ്പോഴേക്കും അവരവിടുണ്ടായിരുന്ന ഒരു ലാൻഡ് മൈനിൽ ചവിട്ടിയിരുന്നു. ഉഗ്ര സ്ഫോടന ശബ്ദം കേട്ടു. ആ 2 വില്ലേജേഴ്സും കൊല്ലപ്പെട്ടു. ദൂരെ നിന്നും സാന്റിയാഗോയും സാൻഡിയും ആ ശബ്ദം കേട്ടിരുന്നു. ഇതേ സമയം വില്ലേജേഴ്സിന്റെ പിന്നാലെയോടിയ അവയും കമ്പാനിയനും മറ്റൊരു ലാൻഡ് മൈനിൽ ചവിട്ടിപ്പോയി. താൻ ചതിക്കപ്പെട്ടിരിക്കുന്നതായി അപ്പോഴാണ് അവയ്ക്ക് തോന്നുന്നത്. തന്റെ കൂടെ ലാൻഡ് മൈനിൽ ചവിട്ടി നിന്ന തന്റെ സബോർഡിനേറ്റിനോട് തന്നെ വിട്ട് പൊക്കോളാൻ അവി പറഞ്ഞു. ആദ്യം അയാൾ കേട്ടില്ലെങ്കിലും തോക്കെടുത്ത് ഭീഷണിപ്പെടുത്തിയപ്പോ അവിടെ നിന്നും മാറിപ്പോവാൻ അവൻ തയ്യാറായി. ഇതേ സമയം സാന്റിയാഗോയും സാൻഡിയും ചിരിക്കുന്നുണ്ടായിരുന്നു. സംഭവം എന്തെന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യത്തിൽ സാൻഡിയുടെ പദ്ധതിയായിരുന്നു. തങ്ങളുടെ ശത്രുക്കളൊക്കെ ഇല്ലാതായിരിക്കുന്നു എന്ന് മനസ്സിലായതും തന്റെ കയ്യിലുള്ള യഥാർത്ഥ വിവരങ്ങൾ വെച്ച് ലോക്കൽ വില്ലേജേഴ്സിന്റെ സഹായത്തോടെ സാൻഡി യഥാർത്ഥ ഇടത്ത് കുഴിച്ച് പാബ്ലോ എസ്കോബാറിന്റെ നിധി വീണ്ടെടുത്തു. സാൻഡിയും സാന്റിയാഗോയും അതിന് സാക്ഷികളായിട്ടുണ്ടായിരുന്നു. ആ പണം മുഴുവൻ അവിടുത്തെ വില്ലേജേഴ്സിന് കൊടുക്കുവാൻ അവർ ഒന്നിച്ച് തീരുമാനിച്ചു. സംഭവം എന്തെന്നാൽ സാൻഡിയും സാന്റിയാഗോ
സാന്റിയാഗോയും അവിടെ വെച്ച് കണ്ടുമുട്ടുന്നവരെയായിരുന്നില്ല. അവർ യാഥാർത്ഥ്യത്തിൽ ഏറെ സമ്പന്നരായ കപ്പിൾസ് ആണ്. അവർക്കൊരിക്കലും ആ നിധി വേണ്ടിയിരുന്നേയില്ല. അവർക്ക് വേണ്ടിയിരുന്നത് നീതി മാത്രമായിരുന്നു. സാന്റിയുടെ അച്ഛൻ ജുവാനെ പിടിച്ച് അവി കൊല്ലുന്നതിനു മുമ്പ് ജുവാൻ തന്റെ മകൾ സാന്റിക്ക് ഫോൺ ചെയ്തിരുന്നു. കാര്യങ്ങളൊക്കെ അവളോട് പ്രത്യേകിച്ച് പറയുകയും ചെയ്തു. വരാനിരിക്കുന്ന അപകടത്തെപ്പറ്റിയും ട്രഷർ മാപ്പ് എവിടെയാണുള്ളതെന്നും അത് മാറ്റി മറ്റെന്തെങ്കിലും സെറ്റ് ചെയ്യാനും അദ്ദേഹമായിരുന്നു മകൾക്ക് നിർദ്ദേശം കൊടുത്തത്. ആദ്യമേ തൊട്ടേ നമ്മൾ കരുതിയിരുന്ന പോലെ സാന്റി അവയുടെ ട്രാപ്പിൽ വീഴുകയായിരുന്നില്ല. മറിച്ച് സാന്റി ഒരുക്കിയ കെണിയിലേക്ക് അവ എത്തിപ്പെടുകയായിരുന്നു. തന്റെ പാർട്ട്ണർ കൂടിയായ സാന്റിയാഗോക്കൊപ്പം ചേർന്നായിരുന്നു സാന്റി ഇതൊക്കെ പദ്ധതിയിട്ടത്. തന്റെ അച്ഛനെ കൊന്നവർക്കെതിരെ പ്രതികാരം ചെയ്യണം എന്ന് സാന്റി ഉറപ്പിച്ചിരുന്നു. കാര്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തിയായതും സാന്റിയാഗോയും അവയും അവിടെ നിന്ന് പോവാൻ തീരുമാനിച്ചു. മറുവശത്ത് ലാൻഡ് മൈനിൽ ചവിട്ടി നിന്നിരുന്ന അവയ്ക്കടുത്തേക്ക് ഡേവിഡിന്റെ ആളുകൾ എത്തിച്ചേർന്നു. ആയുധവുമായി എത്തിയ ഡേവിഡ് അവയ്ക്കടുത്തേക്ക് നടന്നെത്തി. പക്ഷെ അവിടെ ലാൻഡ് മൈനുള്ള കാര്യം അവ പറഞ്ഞതേയില്ല. ഡേവിഡ് അടുത്തെത്തിയതും അവ ഡേവിഡിനെ ചേർത്ത് പിടിച്ചു. നമുക്ക് ആഫ്റ്റർ ലൈഫിൽ വെച്ച് കാണാമടാ എന്ന മട്ടിൽ ഡേവിഡിനെ കളിയാക്കി പറഞ്ഞുകൊണ്ട് മൈനിൽ നിന്ന് അവ കാലെടുത്തു. വളരെ വലിയൊരു സ്ഫോടന ശബ്ദം ഉയർന്നു കേട്ടു. ഡേവിഡും അവിയും കൊല്ലപ്പെട്ടിരിക്കണം. കൃത്യമായ പ്ലാനുകളോടെ തന്റെ അച്ഛനെ കൊന്നവരെ വകവരുത്തിയ സമാധാനത്തിൽ സാന്റി തിരികെ നാട്ടിലേക്ക് പോയി. ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.